டிசி அருணண்ணா அண்ணா அண்ணா നിങ്ങൾ என்னண்ணா பண்ணி വെച്ചിരിക്കേ സീരിയസ് എന്തോന്നടി ഈ പടം. എനിക്ക് സത്യം പറയില്ല, ഈ പടത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ എൻ്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് ഉള്ളിൽ വെക്കാൻ പറ്റില്ല. ബിക്കോസ് ഐ ജെന്യുവൻലി ഹാഡ് one of the best theatrical experiences of my whole damn life. Oh my, I am speechless. Oh my, ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്ക് അരുൺ അണ്ണ, യു മേഡ് ആബ്സല്യൂട്ട് സിനിമ, ആബ്സല്യൂട്ട് ഫ്രിക്കിംഗ് സിനിമ. ആദ്യം പെർഫോമൻസസ്, ലോകേഷ് അണ്ണ സോറി അണ്ണൻ ഞങ്ങൾ കാല് പിടിക്കുകയാണ്. ഞാൻ വരെ ഒരു കാലത്തിൽ ഈ മനുഷ്യൻ എന്ത് പ്രാന്തായോ LCU പടങ്ങൾ എടുത്താൽ പോലെ എന്തിനാ വെറുതെ സിനിമയിലൊക്കെ പോയി അഭിനയിക്കണമെന്ന് ചോദിച്ചു. ഐ ആം സോറി. ഞാൻ സത്യം പറയില്ല, നിങ്ങൾ ഇതുപോലത്തെ പെർഫോമൻസസ്, ഇതുപോലത്തെ സിനിമയും ചെയ്യുകയാണെങ്കിൽ എനിക്ക് LCU വേണ്ട. കുറേ പേര് ചിലപ്പോൾ എന്നെ ഹേറ്റ് ചെയ്യായിരിക്കും ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ബട്ട് ഐ ജെന്യുവൻലി ഡോണ്ട് കെയർ ബിക്കോസ് ദിസ് മൂവി ഈസ് സോ ഡാം ഗുഡ്. ഹിസ് പെർഫോമൻസ് വാസ് സോ ഡാം ഗുഡ്. ആ ഒരു മോണോട്ടോൺ ക്യാരക്ടറിനെ എന്ത് നാച്ചുറലായിട്ടാണ്, എന്ത് ഗംഭീരമായിട്ടാണ് ആ മനുഷ്യൻ ഹാൻഡിൽ ചെയ്തിരിക്കണമെന്നറിയോ. ഓ മൈ ഗോഡ്, ഹി വാസ് ടു ഡാം ഗുഡ്. വാമിക ഗബ്ബി, വേർ വാസ് വാമിക? എനിക്ക് വാമികേനൊന്നും കണ്ടില്ല. ഞാൻ വാമികേനെ ഇന്റർവ്യൂസിൽ കണ്ടിട്ടുണ്ട്. ദാറ്റ് വാസ് നോട്ട് വാമിക ദാറ്റ് ഐ സോ ഇൻ ദിസ് മൂവി. The way she walks, the way she does things, everything is different. She completely transformed into the character of Chandra. She was too damn good. അതുപോലെ ഈ പടത്തിലെ വില്ലൻ മച്ചാനെ കണ്ടപ്പോൾ എനിക്ക് SJ സൂര്യനൊക്കെ ചെറുതായിട്ട് ഓർമ്മ വന്നു. അതുപോലെ SJ സൂര്യ ഒരു മീറ്റർ പിടിച്ച് അഭിനയിച്ചതാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ആ മച്ചാൻ വാസ് സോ ഗുഡ്. അതുപോലെ പരിമളാൻ കോയത്ത് ചേച്ചിയൊക്കെ ഈ പടത്തിനുണ്ട്. ചേച്ചി കുറച്ച് നേരത്തേക്കുള്ളൂ, പക്ഷെ ചേച്ചി നൈസ് ആയിരുന്നു. പെർഫോമൻസ് വൈസ് എവറി സിംഗിൾ പേഴ്സൺ ഇൻ ദിസ് മൂവി വാസ് ടു ഡാം ഗുഡ്. കിട്ടിയ റോള് കൊടുത്ത പൈസേന്റെ അപ്പുറത്ത് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി ലെവൽ പെർഫോമൻസ് എല്ലാവരും ചെയ്തത്. ടെക്നിക്കലി ദിസ് മൂവി ഈസ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ഓരോ ഫ്രെയിമും എടുത്തു വെച്ചിരിക്കുന്ന രീതി. ഇതിലൊരു ഷോട്ട് ഉണ്ട് മാൻ, ലോകേഷും വാമികയുടെ ക്യാരക്ടർ ഒരു സൂര്യന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഷോട്ട് ട്രെയിലറിലൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ഷോട്ടാണ് അതൊക്കെ, കളർ ഗ്രേഡിംഗ് വർക്ക്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ദിസ് മൂവി ഇറ്റ്സ് വെരി ബ്ലഡി. ഇറ്റ്സ് എ വയലന്റ് മൂവി, ബട്ട് വയലൻസിൽ ഒരു ആർട്ട് ഉണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. വയലൻസിനെ കാണിക്കുന്ന രീതിയിലും അതിനെ ബ്യൂട്ടിഫുൾ ആയി കാണിക്കാം. ദിസ് ഈസ് എ പ്രൈം എക്സാമ്പിൾ ഓഫ് ദാറ്റ്. ദിസ് മൂവി ഇത്രയും റഫ് ആൻഡ് റസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്ത് പറഞ്ഞാൽ ദാറ്റ് ഈസ് ജസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് വിഷ്വൽ വർക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. ഓഡിയോ ഡിപ്പാർട്ട്മെന്റും ഗംഭീരമായിട്ടുണ്ട്. ആൻഡ് ഓബ്വിയസ്ലി ഓഡിയോ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുമ്പോൾ പറയാതിരുന്നില്ലെങ്കിൽ തെറ്റിപ്പോവും. അനിരുദ്ധ്, ഡൂഡ്, വാട്ട് ദ ഹെൽ ഡിഡ് യു കുക്ക്? ഇത് മനുഷ്യനുണ്ടാക്കിയ മ്യൂസിക് അല്ല. ദിസ് ഇസ് സംതിങ് മെയ്ഡ് ബൈ ആൻഡ് ഫ്രിക്കിംഗ് ഹോൾ വേൾഡ്, അനദർ വേൾഡ്ലി. എനിക്ക് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ മാൻ. അനിരുദ്ധ്, വാട്ട് ഈസ് ദിസ്? വാട്ട് ഹാവ് യു ഡൺ? മച്ചാൻ AR റഹ്മാൻ വന്നിട്ട് ക്ലാസിക്കൽ മ്യൂസിക് കുറച്ച് ചെയ്യുന്ന പറയുമ്പോൾ ഫുൾ ക്ലാസിക്കൽ മ്യൂസിക് ആക്കി. ദ വേ ഹി ഹാസ് മിക്സ്ഡ് ക്ലാസിക്കൽ ആൻഡ് വെസ്റ്റേൺ ആൻഡ് ഇലക്ട്രോണിക് മ്യൂസിക് ആൻഡ് മുത്തുമണി, യു ആർ ഗോഡ്, യു ആർ ജെം. ഓ മൈ ഗോഡ്, വാട്ട് മ്യൂസിക്. എനിക്ക് ജെന്യുവനായി പറയട്ടെ, ഇതിലാകെ എനിക്ക് നെഗറ്റീവ്സ് കണ്ടുപിടിക്കാൻ ഞാൻ കഷ്ടപ്പെടുന്നു. ബട്ട് എനിക്ക് ആകെ ഇച്ചിരി എൻ്റെ ഒരു പേഴ്സണൽ നിറ്റ്പിക്സ് പറയണമെങ്കിൽ വാമികയുടെ ഡബ്ബിങ് ചില സ്ഥലങ്ങളിൽ എനിക്ക് ചെറിയ തകരാറ് തോന്നി. അതുപോലെ അനിരുദ്ധിന്റെ മ്യൂസിക്, ഞാൻ അനിരുദ്ധിന്റെ മ്യൂസിക് മോശമാണെന്നല്ല പറയുന്നത്. അഗൈൻ ഹിസ് മ്യൂസിക് വിക്രമിന് ശേഷം ദി ബെസ്റ്റ് വർക്ക് ഈ പടത്തിലായിരിക്കും. പക്ഷേ ചില സീൻസിൽ അനിരുദ്ധിന്റെ മ്യൂസിക് സീനിനെ ഓവർടേക്ക് ചെയ്യണമെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അഥവാ ഞാൻ സീനിനെക്കാട്ടിലും കൂടുതൽ അനിരുദ്ധിന്റെ മ്യൂസിക്കിലായിരുന്നു ശ്രദ്ധിക്കണത്. അത്രയ്ക്കും യു സീ വാട്ട് ഐ ആം സേയിങ്, ബട്ട് ഓവർടേക്ക് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അഥവാ ഇച്ചിരി ലൗഡ് ആവുണ്ടോ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഐ ഡോണ്ട് കെയർ വൈ ദ മ്യൂസിക് ഈസ് സോ ഡാം ഗുഡ്. ഐ ഡോണ്ട് കെയർ. പിന്നെ ഈ പടത്തിലെ ചില സീനുകൾ, അഗൈൻ ഇറ്റ്സ് എ വെരി റഫ് മൂവി, ഭയങ്കര റെസ്ട്രിക്റ്റ് ആണ്, ഭയങ്കര ഡാർക്ക് സബ്ജക്ട്സിനെ പറ്റി സംസാരിക്കുന്ന പടമാണ്. ബട്ട് അതിന്റെ ഇടയിൽ ചില സീനുകൾ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. ലൈക്ക് ടു ക്യാരക്ടേഴ്സ് ജസ്റ്റ് സ്റ്റോക്കിംഗ്, അങ്ങനത്തെ ചില സീനുകൾ ഈ പടത്തിലുണ്ട്. കോൺവെർസേഷൻ സീക്വൻസസ്, അതിൽ അവർ സംസാരിക്കുന്ന ഡയലോഗ്സ്, അവരുടെ പെർഫോമൻസസ്, ദ വേ ദേ ഹാവ് ഫ്രെയിംഡ് ദാറ്റ് സീൻ, ദ ബിൽഡപ്പ് ടു ദാറ്റ് സീൻ, ദ പേ ഓഫ്, ഇറ്റ്സ് സോ ഡാം ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് സോ അനിരുദ്ധിന്റെ മ്യൂസിക് ഓൾസോ മാൻ, ഇറ്റ്സ് സോ ഡാം ബ്യൂട്ടിഫുൾ. എവറിത്തിങ് വാസ് പെർഫെക്റ്റ്. പിന്നെ ഈ പടത്തിലെ ചില സീനുണ്ട് മോനെ, രോമാഞ്ചടിച്ച് കണ്ണുനീര് വരാൻ തുടങ്ങി സന്തോഷം കൊണ്ട്. ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതിനു മുന്നേ എപ്പോഴാണ് ഉണ്ടായെന്ന് എനിക്ക് ഓർമ്മ പോലില്ല. ബിക്കോസ് ഓ മൈ ഗോഡ്,
ഒക്കെ രോമാഞ്ചടിച്ച് കണ്ണുനീര്, ഹാപ്പി ടിയേഴ്സ്. എനിക്ക് മരവിച്ചു പോയി ഞാൻ അതിനുശേഷം. അഥവാ ഇന്റർവെൽ സീനൊക്കെ കഴിഞ്ഞ് ഇന്റർവെല്ലിൽ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല സീനിൽ. സെയിം തിങ് ക്ലൈമാക്സ്. ഞാൻ ലിറ്ററലി ക്രെഡിറ്റ്സ് തീരുന്ന വരെ തിയേറ്റർ തന്നെ ആയിരുന്നു. ബിക്കോസ് ഐ കുഡ് നോട്ട് മൂവ്. ഐ വാസ് സോ ഫ്രോസൺ. ബിക്കോസ് ഐ ജസ്റ്റ് കുഡ് നോട്ട് ഫാദം ഞാൻ എന്താണ് ഇപ്പൊ കണ്ടത്. എന്താണെങ്കിലും ഇറ്റ്സ് എ 10 out of 10. ഇറ്റ്സ് എ മാസ്റ്റർ പീസ്. എനിക്ക് ഐ ആം സ്പീച്ച്ലെസ്. ഐ ആം ജെന്യുവൻലി സ്പീച്ച്ലെസ്. ഞാൻ ഒരിക്കലും ഈ പടം എത്ര നന്നാവുന്ന പ്രതീക്ഷയില്ല. ബട്ട് അരുൺ പോയി പടം കാണുക. നിങ്ങൾക്ക് 18 വയസ്സിന്റെ മുകളിലാണെങ്കിൽ നിങ്ങൾ ഈ പടം കാണണം. ജസ്റ്റ് ഗോ വാച്ച് ദ മൂവി മാൻ. പോയി പടം കാണറേ.